നമസ്കാരം. ഇന്നലെ ചിലപ്പോ ട്രാഫിക്കിൽ പെട്ടുപോയി കാണും അല്ലേ? ഉണ്ടാവും. അല്ലെങ്കിൽ പ്ലാൻ ചെയ്തൊരു പാർട്ടിക്ക് ചിലപ്പോ പോകാൻ പറ്റിയില്ലായിരിക്കും. ഉം. എന്നിട്ട് ഷോ ഇത് നേരത്തെ ഒന്നറിയിക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ആ അപ്പോ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ നമ്മള് എന്താ പറയാ ചിലപ്പോ അറിയാതെ ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്. അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ നല്ലതാണ്. അതെ, അതെ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൈറ്റ് ഹാവ് എന്നൊരു പ്രയോഗത്തെക്കുറിച്ചാണ്. മൈറ്റ് ഹാവ്. ഇത് സാധാരണ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എപ്പോഴാണിത് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നതിലൊരു സംശയം പലർക്കും വരാറുണ്ട്. ശരി. പ്രധാനമായിട്ടും ഉറപ്പില്ലാത്ത സാധ്യതകൾ അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കാതെ പോയ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയാനാണിത്. ഓക്കെ. അപ്പോ ഇത് സാധാരണയായി എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? ഒരു 3 സാഹചര്യങ്ങൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഒന്നാമത്തേത്, ഒരു കാര്യം ഒരു പക്ഷേ സംഭവിച്ചിട്ടുണ്ടാവാമെന്ന് പറയാൻ. അല്ലെ, പക്ഷെ നമുക്ക് അത്ര ഉറപ്പില്ല. അതെ, കറക്റ്റ്. ഒരു പാസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയും. നമുക്കൊരു പൂർണ്ണ ഉറപ്പില്ലാത്തൊരു കാര്യം. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു സുഹൃത്തിനെ കാണാൻ പോയി എന്ന് വെക്കുക. അവിടെ ആളില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഹി മൈറ്റ് ഹാവ് ലെഫ്റ്റ് ഓൾറെഡി. അവനൊരു പക്ഷേ പോയി കാണും. പോയോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. അതിന് സാധ്യത. അതുപോലെ താക്കോല് കാണാതെ വരുമ്പോ, ഷി മൈറ്റ് ഹാവ് ഫൊഗോട്ടൺ ഹെർ കീസ്. അവൾ ഒരുപക്ഷേ താക്കോല് മറന്നു കാണും. ശരി, മനസ്സിലായി. അപ്പോ രണ്ടാമത്തെ ഒരു സാഹചര്യം, നമ്മൾ ഊഹിക്കുമ്പോഴാണോ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്? അതെ, സ്പെക്കുലേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഊഹാപോഹം. അതായത്, ഇപ്പോ നമ്മൾ കൂട്ടുകാരെ കാത്തിരിക്കുന്നു, അവർ വരാൻ വൈകുന്നു. അപ്പോൾ നമ്മളൊരു ഊഹം പറയും, ദേ മൈറ്റ് ഹാവ് ബീൻ സ്റ്റക്ക് ഇൻ ട്രാഫിക്. ശരിയാണ്. അവർ ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടാവാം. നമ്മളവിടെ ഊഹിക്കുകയാണ്. കാരണം നമുക്കറിയില്ലല്ലോ എന്താ സംഭവിച്ചതെന്ന്. കറക്റ്റ്. ഇനി മൂന്നാമതൊരു ഉപയോഗം കൂടിയില്ലേ? അത് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അതായത്, ഒരു കാര്യം നടക്കാനൊരു സാധ്യതയുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ഐ മൈറ്റ് ഹാവ് ഗോൺ ടു ദ പാർട്ടി ബട്ട് ഐ വാസ് ടൂ ടയേർഡ്. പാർട്ടിക്ക് പോകാനൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ ക്ഷീണം കാരണം പോയില്ല. അതെ, ഇത് വളരെ സാധാരണമാണ്. ഒരു അൺറിയലൈസ്ഡ് പോസിബിലിറ്റി, അതായത് നടക്കാതെ പോയ ഒരു സാധ്യത. ഇവിടെയാണ് കുഡ് ഹാവ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. അല്ലേ? വരാം. പക്ഷേ മൈറ്റ് ഹാവ് പറയുമ്പോൾ ആ സാധ്യതയുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല എന്ന് കുറച്ചുകൂടി വ്യക്തമാണ്. ഓക്കെ. അതുപോലെ നമ്മൾ ചിലപ്പോ മറ്റൊരാളോട് ഒരു പരിഭവം പോലെ പറയില്ലേ, യു മൈറ്റ് ഹാവ് ടോൾഡ് മീ ഏർലിയർ. ഇത് കുറച്ച് നേരത്തെ പറയാമായിരുന്നില്ലേ? ശരിയാണ്, പറയാമായിരുന്നു, പക്ഷെ പറഞ്ഞില്ല എന്നർത്ഥത്തിൽ. അതേ അർത്ഥത്തിൽ. മനസ്സിലായി. ഈ 3 ഉപയോഗങ്ങളും ഇപ്പൊ വ്യക്തമായി. ഇനിയിപ്പോ ഇത് വാചകത്തിൽ ചേർക്കുമ്പോ മൈറ്റ് ഹാവ് കഴിഞ്ഞിട്ട് ക്രിയയുടെ ഏത് രൂപം വെക്കണം? അവിടെയും തെറ്റുകൾ പറ്റാറുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ അത് സിമ്പിളാണ്. മൈറ്റ് ഹാവിന് ശേഷം എപ്പോഴും ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് V3. അതെ, V3 ഫോം തന്നെ ഉപയോഗിക്കണം. സബ്ജക്ട് പ്ലസ് മൈറ്റ് ഹാവ് പ്ലസ് V3. അതാണ് അതിന്റെ ഒരു ഘടന. ഓക്കെ. V3 എന്ന് പറയുമ്പോ ഇപ്പോ ഗോ എന്നാണെങ്കിൽ ഗോൺ, സീ ആണെങ്കിൽ സീൻ, അങ്ങനെയാണോ? അതെ, അത് തന്നെ. ഗോൺ, സീൻ, ഈറ്റൻ, ആ V3 ഫോംസ്. അപ്പോ വാചകങ്ങള്? ഹി മൈറ്റ് ഹാവ് ഗോൺ. അവൻ ഒരുപക്ഷെ പോയിട്ടുണ്ടാവാം. ശരി. ഷീ മൈറ്റ് ഹാവ് സീൻ ഇറ്റ്. അവൾ ഒരുപക്ഷെ അത് കണ്ടിട്ടുണ്ടാവാം. ഓക്കെ. ദേ മൈറ്റ് ഹാവ് ഈറ്റൻ ഡിന്നർ. അവർ ഒരുപക്ഷെ ഡിന്നർ കഴിച്ചിട്ടുണ്ടാവാം. ആ ഒരു പാറ്റേൺ ഓർത്താൽ മതി. കൊള്ളാം. അപ്പോ ചുരുക്കി പറഞ്ഞാല്, കഴിഞ്ഞ കാലത്തെ കാര്യങ്ങള്, ഉറപ്പില്ലാത്ത സാധ്യതകള്, പിന്നെ ഊഹങ്ങള്, നടക്കാതെ പോയ കാര്യങ്ങള്, ഇതിനൊക്കെ മൈറ്റ് ഹാവ്. അതെ, സിംപിളായി പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ ഒരു പക്ഷേ. ഇനി ഇത് ഓർക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഒരു ട്രിക്ക് എന്ന് വേണേൽ പറയാം. അതെന്താണ്? കേൾക്കട്ടെ. മൈറ്റ് ഹാവ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെ ഉപയോഗിക്കണമെന്ന് സംശയം തോന്നുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക, ഒരു പക്ഷേ പ്ലസ് സംഭവിച്ചു. ഒരു പക്ഷേ പ്ലസ് സംഭവിച്ചു. അതെ, കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം ഒരു പക്ഷേ സംഭവിച്ചു എന്ന് പറയാൻ ഹി മൈറ്റ് ഹാവ് ലെഫ്റ്റ്. ഒരു പക്ഷേ അവൻ പോയി. ദേ മൈറ്റ് ഹാവ് ഫൊഗോട്ടൻ. ഒരു പക്ഷേ അവർ മറന്നു. ഈ ഒരു പക്ഷേ സംഭവിച്ചു എന്നോർത്താൽ മതി. ഇത് കൊള്ളാലോ. ഇത് നല്ല എളുപ്പമാണല്ലോ ഓർക്കാൻ. ഒരു പക്ഷേ സംഭവിച്ചു. അതെ, ഈ ഒരു ഓർമ്മ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ മൈറ്റ് ഹാവ് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സംശയം വരില്ല. തീർച്ചയായും വളരെ ഉപകാരപ്രദം. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങളും
ഇനി ഇംഗ്ലീഷ് വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ ഈ മൈറ്റ് ഹാവ് ശ്രദ്ധിക്കുമല്ലോ അല്ലേ? ഒരു കാര്യം കൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ ഈ അടുത്ത കാലത്ത് മൈറ്റ് ഹാവ് വെച്ചു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഓർമ്മ വരുന്നുണ്ടോ? ഒരു പക്ഷേ ഇന്നലെ മഴ പെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഐ മൈറ്റ് ഹാവ് ഗോൺ ഫോർ എ വാക്ക് ഇഫ് ഇറ്റ് ഹാഡന്റ് റെയിൻഡ് എന്ന് പറയാവല്ലേ? പറയാം. അതെ. അപ്പൊ ഇങ്ങനെ സ്വന്തം അനുഭവങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ ഈ പ്രയോഗങ്ങളൊക്കെ മനസ്സിൽ വേഗം ഉറയ്ക്കും. ശരിയാണ്. അത് നല്ലൊരു വഴിയാണ്.